ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ചുവന്ന ചീര കിട്ടിയ അത് വെക്കാം. 10 ഇലയിൽ 2ാമത്തെ ഇലയാണ് ഇത്. നമുക്ക് വേഗം അത് അരിഞ്ഞ് വേഗം തോരൻ വെക്കാം. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി വന്നുകൊണ്ടെന്ന് ഇച്ചിരി താമസിച്ച് പോയി. അപ്പോൾ വന്നത് 2 മണിയായി. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ വെക്കാമെന്ന് പറഞ്ഞല്ലേ, വേഗം വെക്കാമെന്ന് വെച്ചാൽ ഞാൻ വേഗം അരിഞ്ഞ് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അത് ഡ്രസ്സിൽ തന്നെയാണ്. സമയം അത്രയും താമസിച്ച് പോയില്ലേ. കറിയും ചോറൊന്നും വെച്ചിട്ട് അരിഞ്ഞ് ഇനി പച്ചമുളകും ഉള്ളിയും കൂടെ അരിയാം. പച്ചമുളകല്ല, കാന്താരി ഉണ്ടായിരുന്നു, ഞാൻ അന്ന് കുറച്ച് കാണിച്ചിട്ടില്ലേ. കാന്താരി മുളകും ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം അതിനകത്തേക്ക്. അത് വേഗം ചേർത്ത് ചോറ് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പം കറിയും കൂടെ ആയാൽ മതി. മീൻകറി വെച്ചു, ഇതും കൂടെ അയച്ചാൽ ചോറിനാം. ഇതാ ഉള്ളിയും കാന്താരി മുളകും അരിഞ്ഞ് വെച്ചു. ഇനി തേങ്ങയുണ്ട്, തേങ്ങയും കൂടെ ചേർക്കാം. ചീരയും ഉള്ളിയും കാന്താരിയും തേങ്ങയും. ഇനി സ്റ്റൗ കത്തിച്ച് വേഗം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വേഗം കടുക് പൊട്ടിക്കാൻ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൺ തിരിഞ്ഞു പോയത് കാരണം എനിക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. ഇനി ഞാൻ നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ. ഇതാ കടുക് പൊട്ടി. ഇനി വേഗം നമുക്ക് ചീര എടുത്തിടാം. കടുക് പൊട്ടുന്നുണ്ട്, ചടപടാന്ന് പൊട്ടുന്നുണ്ട്. നമുക്ക് വേഗം അരിഞ്ഞ് വെച്ചത് എടുത്ത് അതിനകത്തേക്ക് ഇടാം. തീ കൂടി, ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് വേഗം എടുത്തിടാം. ഇട്ട് ഇളക്കി പൊത്താം. ഇളക്കിയിട്ടൊന്ന് നല്ല അടച്ച് വെച്ചാൽ ചെറിയ തീയിൽ വെച്ചാൽ മതിയല്ലോ, വെന്തോളം അവിടെ ഇരുന്നിട്ട്. ഞാൻ ഫോണും പിടിച്ചിട്ട് ആവുന്നില്ല, മടുത്തു പോയായിരുന്നു. അതുകൊണ്ടാണ്. ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. ആയി കറി തോരനായി. കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാം. ശകലം നേരം കൂടെ വെക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല, എന്നാലും മഴയൊക്കെ അല്ല, അതുകൊണ്ടായിരിക്കും ഇത്ര വെള്ളം കൂടുതൽ കാണുന്നത്. അത് റെഡിയായി. നമുക്കൊന്ന് ചോറ് തിന്നാലോ. നല്ല വിശപ്പുണ്ട്. സമയം 3:45 അങ്ങനെ അടുത്തായി. വേഗം ചോറും കൂടെ കഴിച്ചാൽ വിശപ്പിനൊരാശ്വാസം കിട്ടും. വലിയ കാര്യമായിട്ട് മീൻകറി ഉണ്ട്. മീൻകറി ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് മീൻകറീനോട് വലിയ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു മീൻ വറുത്തതും തോരനും കൂട്ടി കഴിക്കാമെന്ന്. എനിക്ക് ചാറുകറിയോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് തോരൻ കറി അങ്ങനെയുള്ളത് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. എൻ്റെ വീഡിയോ കണ്ട ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേ. എൻ്റെ ഒരു കൈ കൊണ്ട് തന്നെ ആയി, പിന്നെ അത്രയും മടുത്തുപോയി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയി, ചെറുതായിപ്പോയി. അത് വലുതാക്കാനുള്ള ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇനി ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാനും കഴിക്കട്ടെ. ശരി, ടാറ്റ. സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.